അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൻ്റെ 19ാമത്തെ ദിനത്തിലാണ് നാം ഉള്ളത്. പ്രിയമുള്ളവരെ, അറിവ് അറിയാനും അറിയിക്കാനും ഉള്ളതാണ്. നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചെറിയ ഒരു ഇൽമ്, അതായത് അറിവ്, അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുമ്പോൾ, ജീവിതകാലം മുഴുവൻ അത് അനുഷ്ഠിക്കുമ്പോൾ അവർ ചെയ്യുന്ന ആ സൽക്കർമ്മത്തിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കൂടി ഉള്ളതാണ് എന്നുള്ള പരിപൂർണമായ യക്കീനോടെ, വിശ്വാസത്തോടെ നമുക്ക് കിട്ടുന്ന അറിവുകൾ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിഷ്കളങ്കമായ മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇഖ്ലാസുള്ള ഹൃദയങ്ങൾ, നിഷ്കളങ്കമായ ഹൃദയങ്ങൾ, ശത്രുവിനെ പോലും സ്നേഹിച്ച് അവർക്ക് വേണ്ടി, ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മനുഷ്യരായി മാറുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമ്മുടെ മേലുണ്ടാവുക. അപ്പോൾ നമ്മൾ യഥാർത്ഥ മനുഷ്യനാവുകയുള്ളൂ. ഹൃദയത്തിൽ കറുപ്പ് വെച്ചുകൊണ്ടുള്ള പെരുമാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ, ചിന്തകൾ ഒക്കെ നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ സലാം പറയും. സ്വാഭാവികമായിട്ട് നമ്മൾ സലാം മടക്കും, അത് നമുക്ക് ഫർളാണ്. എന്നിട്ട് മുസാഫാത്ത് ചെയ്യും, ഹസ്തദാനം ചെയ്യും. അപ്പോൾ ഒരു ദുആ ഉണ്ട്. പലർക്കും ആ ദുആ അറിയില്ല. ഒരുപാട് അറിവുള്ള ആളുകൾക്കും നല്ല ബോധ്യപ്പെടുത്തുള്ള ആളുകൾക്ക് ഈ കൊച്ചു ദുആ മറന്നു പോകാറുണ്ട്. അവരെല്ലാം മുസാഫാത്ത് ചെയ്യുമ്പോൾ സലാത്ത് ചൊല്ലുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എനിക്ക് ഇത് സംബന്ധമായിട്ടുള്ള അറിവ് പറഞ്ഞു തന്നു. ഞാനത് മനസ്സിലാക്കി. ആദ്യത്തെ ദിവസം തന്നെ അത് ആ പഠിപ്പിച്ച ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അത് അന്നേ ദിവസം ആ പള്ളിയിലെ മോദീനോട് ആദ്യം ആ ദുആ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഇൽമ് പ്രാവർത്തികമാക്കി. പക്ഷേ ആ ഇൽമ് മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്, എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. പ്രിയമുള്ളവരെ, ഗഫറുല്ലാഹി ലനാ വലക്കും, ഇതാണ് നമ്മൾ മുസാഫാത്ത് ചെയ്യുമ്പോൾ പറയേണ്ടത്. ഒരിക്കൽ കൂടി പറയാം, ഗഫറുല്ലാഹി ലനാ വലക്കും. ഒരു സഹോദരനെ നമ്മൾ കാണുകയും ഒരു വിശ്വാസിയെ നമ്മൾ കാണുമ്പോൾ സലാം പറയുന്നു. നമ്മളുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പരസ്പരം തേടുന്നു. അപ്പോൾ സലാം പറഞ്ഞ വ്യക്തിയുടെയും സലാം മടക്കിയ വ്യക്തിയുടെയും പാപങ്ങൾ ഈ ദുആ പറയുന്നതിലൂടെ, ഗഫറുല്ലാഹി ലനാ വലക്കും എന്ന ദുആ പറയുന്നതിലൂടെ പൊറുക്കപ്പെടുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഇൽമാണ്. പ്രിയമുള്ളവരെ, അതെല്ലാവരും പ്രാവർത്തികമാക്കുക. ഇത് പരമാവധി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചില ആളുകൾ കാണുമ്പോൾ പറയും, ഉസ്താദേ ഒന്ന് ദുആ ചെയ്തേക്കണേ, എനിക്ക് വേണ്ടി ഇത് ദുആ ചെയ്യണേ, കൂട്ടുകാരാ ഒന്ന് ദുആ ചെയ്യണേ, സഹോദരാ ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് പലരും പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മറന്നു പോകും. പിന്നീട് ചെന്നിട്ട് ദുആ ചെയ്യാൻ നമ്മൾ മറന്നു പോകും. ആഹർത്തി നമ്മൾ നാളെ മൗത്തായി ചെല്ലുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്കത് ഓർമ്മ വരിക. അപ്പം അതുകൊണ്ട് ഒരാൾ ദുആ ചെയ്യണേ എന്ന് പറയുമ്പോൾ അള്ളാഹു ഹൈറലാക്കട്ടെ എന്ന് അപ്പോൾ തന്നെ നമ്മൾ മറുപടി കൊടുത്താൽ ആവശ്യക്കാരൻ്റെ ആഗ്രഹമനുസരിച്ച് നമ്മൾ ദുആ ചെയ്ത് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തതുപോലെ ആകും. നമുക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരില്ല. അപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഒരു സഹാബി ഒരു സൂചി അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ മറന്നു പോയതിൻ്റെ പേരിൽ നരകത്തിൽ പോയ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം.